ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അപ്പോൾ അവിടെ ഫോളോ ചെയ്യാൻ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം, ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ, ഇതൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ കാണാൻ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിംഗ് മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഇവിടെ 10 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 ഓഫ് സോർഡ്സ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേർഡ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 10 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ആക്ഷൻ ഇവിടെ ഫ്യൂച്ചറിൽ ടവർ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനാണ് ഫൂൾ. എന്താണ് ഇവിടെ ഔട്ട്കം? ഈ കാർഡ്. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ഇത് ചില കേസസിൽ റിജക്ഷൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അവർക്ക് അത്ര ഫീലിങ്സ് ഇല്ല എന്നാണ് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരു ഫീലിംഗ്. നിങ്ങളുടെ അങ്ങനെയാണ് പറഞ്ഞാൽ ഈ പേഴ്സൺ അത്ര കെയർ ചെയ്യണില്ല എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ല. അതല്ല വെച്ചാൽ അവർ അങ്ങനെ മുമ്പത്തെ മാതിരി മെസ്സേജ് ചെയ്യണില്ല. ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവർ കുറേ ഒരു ബേർഡനായിട്ടാണ് ഫീൽ ചെയ്യണത് ഈ റിലേഷൻഷിപ്പിൽ. അവർക്ക് എന്തോ എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഓവറോൾ എനർജി? അപ്പോൾ നിങ്ങൾ കുറേ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഹോപ്പുണ്ട്. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് കുറച്ച് സമയം ആയിരിക്കണു പറഞ്ഞാൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. കുറേ സമയം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ് ചെയ്യണത് ഇവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവും, ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യും, എന്തെങ്കിലും ഒരു നല്ല ചേഞ്ച് ഉണ്ടാവും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യണു. ഈ പേഴ്സൻ്റെ എനർജിയിൽ 10 ഓഫ് വാൻഡ്സ് എന്താണ്? ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 ഓഫ് വാൻഡ്സ് ഉണ്ട് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇവരുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ അത്ര പ്രോഗ്രസ് ഇല്ല മുമ്പത്തെ മാതിരി. പക്ഷേ ഇവിടെ കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ ആണ്. പറഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര തന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ചില പ്രയോറിറ്റീസ് ചേഞ്ച് ആയിട്ടുണ്ട്. മേ ബി അവരുടെ ജോലി ഇപ്പോൾ കൂടുതൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ അവർക്ക് വേറെ കാര്യങ്ങളാണ് പ്രയോറിറ്റി ആയിട്ട് അവർ എടുക്കണത്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കുറേ
ഒരു സ്ലോ ഡൗൺ മോഡിലാണ്. അത്ര എഫേർട്ട് ഇല്ല മുമ്പത്തെ മാതിരി. എഫേർട്ട് ഉണ്ട്, പക്ഷേ അത്ര പ്രോഗ്രസ് ഇല്ല. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇല്ല എനർജി കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു എപ്പോളജിയുടെ എനർജിയാണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും കരിയറിൽ ബിസി ആയിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കരിയറിൽ കുറേ ബിസിയായി. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കണം. ഈ റിലേഷൻഷിപ്പിൽ കുറച്ചൊരു മുമ്പത്തെ മാതിരി പറഞ്ഞാൽ ഒരു ലവ് ഞാൻ കാണില്ല, ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. കുറേ പ്രാക്ടിക്കൽ എനർജി ഉണ്ട്, കരിയറും പൈസയുടെ എനർജി ഉണ്ട്. പക്ഷേ ആ അട്രാക്ഷനും ലവ് ഇമോഷൻസ് അതൊക്കെ മിസ്സിങ് ആണ് ഇവിടെ. അപ്പോൾ 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കുള്ള ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ കുറേ ഒരു നെഗറ്റീവായിട്ടാണ് ബിഹേവ് ചെയ്യണത്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ വഴക്കുണ്ടാവണു. നിങ്ങൾ രണ്ടാളും മുമ്പത്തെ മാതിരി ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നത് ഇപ്പോൾ. 5 ഓഫ് സോഡ്സ്, 10 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഈ പേഴ്സൺ മുമ്പത്തെ മാതിരി അത്ര ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല, ഒരു പാഷൻ ഇല്ല, അങ്ങനത്തെ എനർജിയിലായിരിക്കാം ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ ഒരു ഡിസപ്പോയിൻറ്റഡ് ഉള്ള എനർജിയിലാണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേൾഡാണ്. അപ്പോൾ വേൾഡ് ഒരു പാസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന എനർജിയാണ്. അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട് നിങ്ങളുടെ കൂടെ. ചില കേസസിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ റെന്യൂ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റീസെൻ്റ്ലി ഡെലിവർ ചെയ്തു, ഒരു കുട്ടി ഉണ്ടായി. നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ ഒരു കുട്ടി ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ ഒരു ലാക്ക് ഓഫ് പാഷൻ, ഒരു ലാക്ക് ഓഫ് റൊമാൻസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ പേഴ്സണ് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ മുമ്പത്തെ മാതിരി ചിലപ്പോൾ കുറച്ചൊരു പാഷൻ കുറഞ്ഞുണ്ടാവും. സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ വിടാനുള്ള പ്ലാൻ ഇല്ല. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനെ ശരിയാക്കും, ഈ എല്ലാം ശരിയാവും എന്നാണ് നിങ്ങളുടെ ഹോപ്പ് ഉള്ളത്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ലവേഴ്സ് ജെമിനി എനർജി, സ്ട്രെങ്ത് ലിയോ എനർജി. അപ്പോൾ നിങ്ങൾ റെഡിയാണ് വെയിറ്റ് ചെയ്യാൻ. നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണും നിങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുമെന്ന് നിങ്ങൾക്ക് ഹോപ്പുണ്ട്. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യണു. അപ്പോൾ പൈസീസ് എനർജിയുടെ ഹാങ്ഡ് മാൻ. പക്ഷേ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 10 ഓഫ് സോഡ്സ് ആണ്. 10 ഓഫ് സോഡ്സ് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്, ഒരു ബിട്രയലിൻ്റെ എനർജിയാണ്. ഈ 10 ഓഫ് സോഡ്സ് എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിലുള്ളത്? 3 ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് wands. അപ്പോൾ എവിടെയോ ഈ പേഴ്സൻ്റെ ലൈഫിൽ എവിടെയോ അവർ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ അഫെയർ തന്നെ ഉണ്ടായി എന്നല്ല ഞാൻ പറയണേ. പക്ഷെ ചില സിറ്റുവേഷനിൽ ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അവർക്കൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ട്. അത് എവിടെയോ അവർ നിങ്ങളെ ബിട്രേ ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതല്ല ചാ അവരുടെ കരിയറുടെ കാരണം അവർക്ക് ഒട്ടും നിങ്ങൾക്ക് സമയം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടും ഒരു ഗിൽട്ട് ഉണ്ട് അവർക്ക്. അവർ മുമ്പത്തെ മാതിരി നിങ്ങളുടെ ലൈഫിൽ അത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല. ആ ഗിൽട്ട് അവർക്ക് എവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവണത് ഫ്യൂച്ചറിൽ നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ ടവറാണ്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ടവർ ഒരു ഷോക്കിംഗ് ഡിസിഷൻ്റെ എനർജിയാണ്. നിങ്ങളെന്തോ ഒരു ഷോക്കിംഗ് സഡൻ ഡിസിഷൻ എടുക്കുക. സഡൻ എന്ന് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയോ ഇത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഡിസിഷൻ, ഫൈനൽ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇതിനെ റെന്യൂ ചെയ്യും ഈ റിലേഷൻഷിപ്പിന്. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യും.
എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ക്വീൻ ഓഫ് വോൺസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് ഫൈനലി നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചു കിട്ടണു. എന്തോ ഇവിടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ്, പോയ കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ റീഗെയിൻ ചെയ്യണു. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു ഫേം ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ച്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഫൂളാണ്. അവരുടെ ലൈഫിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ഈ ഫൂൾ എനർജി എന്താണ്? ഒരു ഫ്രീ എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്തോ അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ല. ആ കാര്യം ചിലപ്പോൾ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇവർ വേറെ ഏതോ പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആയിരുന്നു. അതല്ല വെച്ചാൽ ഒരു എഫെയർ ഉണ്ടായി, ഇല്ല വെച്ചാൽ അവർ വേറെ പാർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഈ കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് അവർ സീക്രട്ടായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ എവിടെയോ ഈ പേഴ്സൺ നിങ്ങളോട് ഈ കാര്യം അവർ തന്നെ ആയിരിക്കും പറയുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് വേറെ പേഴ്സൻ്റെ കൂടെ അത് ഈ ഇൻഫർമേഷൻ പുറത്തു വരും. ഔട്ട്കം ആണ് ഇവിടെ 2 ഓഫ് കപ്സ്. ഔട്ട്കമിൽ ഇവിടെ ഇപ്പോഴും ഞാൻ 2 സൈഡിൽ നിന്നും കുറേ ലവ് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പം ഞാനിവിടെ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട് ചിലവർക്ക്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇവിടെ 2 ഔട്ട്കംസ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ഹാർട്ട് ബ്രേക്കിലാണ്, ഹീലിംഗ് ചെയ്യണു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണു. അതർവൈസ് മറ്റവർക്ക് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ആൻഡ് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം. പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ കൂടെ റിലേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ പേഴ്സൻ്റെ ലൈഫിൽ, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണു. അതാണ് 2 സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ആർക്കാണ് എന്താ ഫിറ്റ് ആവുകയെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയും എന്തായാലും. അതല്ല വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് കൺഫേം ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ പൈസീസ് എനർജി ഉണ്ട്, ലിയോ ഉണ്ട്, കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ് ഉണ്ട്. പൈസീസ്, അക്വേറിയസ്, ഏരീസ്, ജെമിനായി, ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറക്കിൾ മെസ്സേജ് ട്രസ്റ്റാണ്. ദിസ് സിറ്റുവേഷൻ ഇസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ അതിൽ എല്ലാം ശരിയാവും എന്നൊരു ട്രസ്റ്റ് വയ്ക്കുക. ശരിയാവും എന്ന് പറഞ്ഞാൽ എല്ലാം വർക്കൗട്ട് ചെയ്യും എന്നല്ല ഞാൻ പറയണേ. പക്ഷേ നിങ്ങൾക്ക് എന്താ ഈ മാസം ഈ സിറ്റുവേഷനിൽ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഉണ്ടാവാൻ പോണ ഫ്യൂച്ചർ എല്ലാം ശരിയാവും. എന്നുവെച്ചാൽ ഇത് ഒരു നെഗറ്റീവ് വേയിലാണ് ഔട്ട്കം ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുണ്ടാച്ചാലും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റാണ് ചെയ്യണത്. ഒരു ബ്രേക്കപ്പ് അല്ല ഒരു റീകൺസിലേഷൻ ആണ് ആവണമെന്ന് വെച്ചാൽ അതും ഒരു ഫോം ഓഫ് പ്രൊട്ടക്ഷൻ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇൻസ്റ്റിങ്സ് ഉണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇന്നർ വോയിസിനെ ട്രസ്റ്റ് ചെയ്യുക. എല്ലാം എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ എല്ലാം ശരിയാവും എൻഡിൽ. അത് ഒരു ഹോപ്പ് വയ്ക്കുക, ആ ഒരു ബിലീഫ് വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് സാജിറ്റേറിയസ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.